Western Group of Companies and Ye1 Coatings Private Limited. നമസ്കാരം. എയിമ വീക്കിലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ നോയിഡയിൽ നിന്ന് ദീപ്തി നായർ. ഏവർക്കും എയിമ ന്യൂസിന്റെ ഓണാശംസകൾ. പ്രധാന വാർത്തകൾ. മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. നാടുവാണിരുന്ന മാവേലിത്തമ്പുരാൻ പ്രജകളെ കാണാനെത്തുന്ന സുദിനം ആഘോഷമാക്കി മറുനാടൻ മലയാളികളും. ഗൃഹാതുരത്വം വഴിയുന്ന ഓണനാളുകളിൽ മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് എയിമ ഭാരവാഹികൾ. ഡൽഹി മലയാളി അസോസിയേഷന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പൂക്കള മത്സരം സംഘടിപ്പിച്ചു. വിപുലമായ രീതിയിൽ ഹൈദരാബാദ് NSS ഓണം ആഘോഷിച്ചു. വിശാഖപട്ടണം മലയാളി വെൽഫെയർ അസോസിയേഷൻ ഓണം ആഘോഷിച്ചു. ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി നിരാശ്രയർക്ക് ബിരിയാണി വിളമ്പി എയിമ ആസാം ഘടകം. 170ാമത് ശ്രീനാരായണ ഗുരു ജയന്തിയും ഓണാഘോഷവും സമന്വയിപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ 8 ഞായറാഴ്ച സെക്കന്ദരാബാദ് ശ്രീനാരായണ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും വോളണ്ടിയർമാരെ നിയമിക്കാൻ എയിമ QRT സംസ്ഥാനങ്ങൾ തിരിച്ച് എയിമ ദേശീയ നേതൃത്വം ആരംഭിച്ച പദ്ധതി ആദ്യമായി പൂർത്തിയാക്കി എയിമ കേരള ഘടകം. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് ആവേശം വർദ്ധിപ്പിച്ചുകൊണ്ട് എയിമ യൂത്ത് വിങ്ങിന്റെ ഓൺലൈൻ മത്സരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ വിശദമായ വാർത്തയിൽ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുത്തൻ മുഖച്ഛായ നൽകി എയിമ പശ്ചിമബംഗാൾ ഘടകം യൂത്ത് വിങ്ങിന്റെ ₹1 ഒരു ജീവിതം പദ്ധതിക്ക് തുടക്കമായി. വികാരഭരിതമായ ദുരുസ്മരണകളുമായി എയിമ ഒഡീഷ ഘടകം റൂർക്കേല വിങ്ങിന്റെ അധ്യാപക ദിനാഘോഷം. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ചിത്രരചന മത്സരം ഉൾപ്പെടെ വിവിധ പരിപാടികളും സെപ്റ്റംബർ 9 എയിമ ഒഡീഷ ഘടകം സംഘടിപ്പിച്ചു. എയിമ മുൻ ദേശീയ മീഡിയ കോർഡിനേറ്റർ പായം സുധാകരന്റെ മൃദുസ്മരണ എന്ന കവിതാ സമാഹാരം സെപ്റ്റംബർ 14 പ്രകാശനം ചെയ്തു. ലോകപ്രശസ്തമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇനി മുതൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളും ഗവേഷണ വിഷയമാകും. ബ്രിട്ടനിലെ ശിവഗിരി ആശ്രമത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഗുരുദേവന്റെ ജീവചരിത്രമടക്കം 9 ഗ്രന്ഥങ്ങൾ സർവകലാശാലയ്ക്ക് കൈമാറി. കൊയിലാണ്ടി കൂട്ടം സൗഹൃദ കൂട്ടായ്മയുടെ 5ാമത് ഗ്ലോബൽ മീറ്റ് ഡൽഹിയിൽ. മലയാളം മിഷൻ നീലക്കുറിഞ്ഞി ആദ്യ ബാച്ചിലെ അധ്യാപികയായി ഡൽഹി ചാപ്റ്ററിലെ ശാലിനി അജികുമാർ തിരഞ്ഞെടുക്കപ്പെട്ടു. വയനാടിന് കൈത്താങ്ങായി ഡൽഹിയിൽ നിന്നൊരു മലയാളി വീട്ടമ്മ. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 16, 17 തീയതികളിൽ ആഗോള പ്രവാസി സംഗമം സംഘടിപ്പിക്കുന്നു. ജാതിമത ഭേദമന്യേ പ്രവാസികളെ സ്വാഗതം ചെയ്ത് ട്രസ്റ്റ്. നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ തിരുവനന്തപുരം, കോഴിക്കോട് കേന്ദ്രങ്ങളിൽ IELTS, OET ഓഫ്ലൈൻ, ഓൺലൈൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. UAEയിലെ പൊതുമാപ്പ് നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നു. Western Group, India's leading industrial corporation, your dependable partner towards growth. Established in 2001, we are committed to quality, trust, and innovation. At Western, we constantly strive to upgrade our processes and services, incorporating international developments to offer world-class products. Our product range is versatile and robust, including cutting-edge electrical panels, industrial heavy electrical equipment, supermarket racking solutions, and manufacturing of stainless steel wall flanges, all designed with precision and quality. With 20 years of experience, Western's vision is to earn customer trust and delight, tirelessly serving consumers to the best of our abilities. മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. നാടുവാണിരുന്ന മാവേലിത്തമ്പുരാൻ പ്രജകളെ കാണാനെത്തുന്ന സുദിനം ആഘോഷമാക്കി മറുനാടൻ മലയാളികളും. ഇന്ന് മലയാളികളുടെ ഓണം. നാടുവാണിരുന്ന മാവേലിത്തമ്പുരാൻ പ്രജകളെ കാണാനെത്തുന്ന സുദിനം ആഘോഷമാക്കുകയാണ് മറുനാടൻ മലയാളികൾ. കർക്കിടക സംക്രാന്തിയിലെ കലിയനുവയ്ക്കൽ മുതൽ 28ാം ഓണം വരെ നീണ്ടുനിന്നിരുന്ന ഓണാഘോഷങ്ങളുടെ ഏറ്റവും പ്രധാന ദിനങ്ങളാണ് ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകൾ. മഹാബലിയുടെ ഐതിഹ്യവുമായി ഇണപിരിയാത്ത ബന്ധമുള്ളപ്പോൾ പോലും ജാതി മതഭേദമന്യേ എല്ലാ മലയാളികളും ഒരുപോലെ ആഘോഷിക്കുന്ന ഓണം ഇന്ന് സഹ്യനപ്പുറത്തും ആവേശം പരത്തുന്നു. വിവിധ മലയാളി സംഘടനകളും കൂട്ടായ്മകളുമൊക്കെ കേരളത്തിനു പുറത്ത് ഇതിനോടകം തന്നെ വിപുലമായ ഓണസദ്യയോടും കലാപരിപാടികളോടും കൂടി ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. മലയാളികളുടെ ദേശീയ ഉത്സവമായാണ് ഓണം അറിയപ്പെടുന്നതെങ്കിലും സംഘകാലം തൊട്ടേ ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും ആഘോഷിച്ചു വരുന്നതായി രേഖകൾ പറയുന്നു. സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള പരാമർശം ആദ്യമായി വരുന്നത്. മഹാവിഷ്ണുവിന്റെ ജന്മദിനം എന്ന രീതിയിലാണ് അതിൽ ഓണം പരാമർശിക്കപ്പെടുന്നത്. പിന്നീട് ഈ ആഘോഷം കൃഷിയുമായും വ്യാപാരവുമായും ബന്ധപ്പെട്ടു തുടങ്ങി.
കർക്കിടകത്തിലെ കറുത്ത ചേലകൾ മാറ്റി മാനം തെളിയുന്ന ചിങ്ങമാസത്തിലായിരുന്നു കേരളത്തിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങുവാൻ വിദേശ കപ്പലുകൾ സ്വർണവുമായി കേരള തീരം അണഞ്ഞിരുന്നത്. പൊന്നുമായി കപ്പലുകളെത്തുന്ന ചിങ്ങമാസം അങ്ങനെ പൊന്നിൻ ചിങ്ങമാസമായി. ഇത് വിളവെടുപ്പിന്റെ നാളുകൾ കൂടിയാണ്. പഞ്ഞക്കർക്കിടകത്തിലെ വറുതിക്കറുതിവറുതിയെത്തുന്ന ചിങ്ങപ്പുലരി മുതൽ ഉയരുന്ന ആവേശം അതിന്റെ പാരമ്യതയിലെത്തുക ഓണക്കാലത്താണ്. ഓണപ്പൂക്കളവും ഓണക്കളിയും ഓണസദ്യയും ഓണത്തല്ലുമൊക്കെയായി മലയാളികൾ ഓണമാഘോഷിച്ച കാലത്തിന്റെ ഗൃഹാതുരതയാണ് ഇന്ന് ഓരോ പ്രവാസി മലയാളിയുടെയും ഓണാഘോഷങ്ങളിൽ നിഴലിക്കുന്നത്. പല നാടുകളിലായി കഴിയുന്ന കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലുകൾ കൂടിയായിരുന്നു അന്നത്തെ തിരുവോണം. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കനത്ത ചൂടിൽ വർഷം മുഴുവൻ വെന്തുരുകി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും തണലിൽ ജീവിതത്തിന്റെ ശീതളിമ ആഘോഷമാക്കുന്ന നാളുകൾ. നനവാർന്ന ഓർമ്മകൾ ഏറെ സമ്മാനിച്ച് ഇക്കൊല്ലവും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചു. ആഘോഷവേളയിൽ എല്ലാ പ്രവാസി മലയാളികൾക്കും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഗൃഹാതുരത്വം വഴിയുന്ന ഓണനാളുകളിൽ മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് എയിമ ഭാരവാഹികൾ. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി മനുഷ്യരെല്ലാം ഒന്നുപോലെ സ്നേഹത്തോടും സഹോദര ബന്ധത്തോടും കൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ സ്മരിക്കുന്നത്. അതിൽ തീർച്ചയായും ഇന്ന് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ നമ്മൾ മനസ്സിലോർത്തുകൊണ്ട് നമ്മൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. ഞാൻ ഈ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം വയനാട്ടിലെ മറ്റൊന്ന് രണ്ട് സമൂഹത്തിൽ അനുഭവിച്ച വിഷമങ്ങൾ ഓർത്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം. അതൊക്കെ പ്രപഞ്ച സത്യമാണ്, നമുക്കൊന്നും ഓർക്കാൻ വരില്ല. അതിലപ്പോൾ അതിജീവിക്കുക എന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ തിരഞ്ഞെടുത്ത് അതിൽ കൂടി നമ്മൾ സന്തോഷം കാണുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇന്ന് എത്രയോ ആളുകൾ, ഇന്ന് 1000-ഓളം ജനങ്ങൾ നഷ്ടപ്പെട്ട വയനാട്ടിൽ ആ ദിവസത്തിൽ ഇന്ത്യയിൽ ലോകത്തിലെ എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് മലയാളികൾ അദ്ദേഹത്തെ സഹായം ആയി അവരെത്തിയിരുന്നു. അതായത് മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവരെ സഹായിക്കാനുള്ള മനോഭാവം കാട്ടുന്നതാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരം അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ നമ്മൾ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം നമ്മൾ സഹോദര്യത്തിലും സ്നേഹത്തിലും മറ്റുള്ളവരുടെ ദുഃഖത്തെ കണ്ട് മനസ്സിലാക്കി അവർക്ക് സഹായം ചെയ്യാനുള്ള നല്ലൊരു മനസ്സുണ്ടാവുക, അതാണ് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം ഇപ്പോൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മളെല്ലാ ദുഃഖങ്ങളുണ്ടെങ്കിലും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിജീവിക്കാൻ, ഇന്നത്തെ ജീവിതത്തിന് അതിജീവിക്കാൻ, അത് കൂടുതൽ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് നല്ലൊരു ജീവിതം, പ്രത്യേകിച്ച് നമ്മൾ പുതിയ തലമുറയെ സന്തോഷമായി അവരെ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവർക്ക് നല്ലൊരു സംസ്കാരമുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളെ ഏറ്റവും ഔചിത്യമായ ഒരു ധർമ്മമാണെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഓണ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ലോകമെമ്പാടും ഇക്കൊല്ലം ഓണം ആഘോഷിക്കുന്ന എല്ലാ പ്രിയ മലയാളികൾക്കും അതോടൊപ്പം എന്നോട് സഹകരിച്ച് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനിലും മറ്റ് സംഘടനകളിലും പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഓണം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ടാണല്ലോ നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മാറിവരുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓണത്തിൻ്റെ പ്രാധാന്യം ഏറെ ചിന്തനീയമാണ്. ലോകത്തിൽ എങ്ങോളമുള്ള എല്ലാ മലയാളികൾക്കും, പ്രത്യേകിച്ച് എയിമ കുടുംബാംഗങ്ങൾക്ക് നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. ഡൽഹി മലയാളി അസോസിയേഷന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പൂക്കള മത്സരം സംഘടിപ്പിച്ചു. ചാറ്റൽ മഴയുടെ അകമ്പടിയോടെ ഈറനണിഞ്ഞെത്തിയ പ്രഭാതത്തിൽ മഹാബലിത്തമ്പുരാനെ വരവേൽക്കുവാൻ മലയാളി മങ്കയുടെ പ്രൗഢിയുമായി തലസ്ഥാന നഗരിയൊരുങ്ങി. ആർ.കെ. പുരത്തെ DMA സാംസ്കാരിക സമുച്ചയത്തിൽ 21 പൂക്കളങ്ങളൊരുക്കിയതോടെ ഡൽഹി മലയാളി അസോസിയേഷന്റെ വിവിധ ഏരിയകളിലായി 1.5 മാസം നീണ്ടുനിൽക്കുന്ന ഓണാഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സഹകരണത്തോടെയാണ് പൂക്കള മത്സരം അരങ്ങേറിയത്. DMAയുടെ 21 ഏരിയ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. DMA പ്രസിഡന്റ് കെ. രഘുനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പവിലിയൻസ് ആൻഡ് ഇന്റീരിയേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ബീന ബാബുറാം മുഖ്യാതിഥിയായി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗത്ത് എക്സ് ഷോറൂം ഹെഡ് കെ. തൻസീർ വിശിഷ്ടാതിഥിയുമായിരുന്നു.
ജനറൽ സെക്രട്ടറി ടോണി കണ്ണമ്പുഴ, പൂക്കളം കൺവീനറും അഡീഷണൽ ട്രഷററുമായ PN ഷാജി, ജോയിന്റ് കൺവീനറും അഡീഷണൽ ജനറൽ സെക്രട്ടറിയുമായ A മുരളീധരൻ, ചീഫ് ട്രഷറർ മാത്യു ജോസ്, വൈസ് പ്രസിഡന്റുമാരായ KG രഘുനാഥൻ നായർ, KV മണികണ്ഠൻ, ചീഫ് ഇന്റേണൽ ഓഡിറ്റർ KV ബാബു, അഡീഷണൽ ഇന്റേണൽ ഓഡിറ്റർ ലീന രമണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മത്സരത്തിൽ ഒന്നാം സമ്മാനമായ 20,001 രൂപയും ട്രോഫിയും, RK പുരം ഏരിയയും, രണ്ടാം സമ്മാനമായ 15,001 രൂപയും ട്രോഫിയും, മയൂർ വിഹാർ പേസ് 2 ഏരിയയും, മൂന്നാം സമ്മാനമായ 10,001 രൂപയും ട്രോഫിയും ദ്വാരക ഏരിയയും സ്വന്തമാക്കി. മത്സരത്തിൽ പങ്കെടുത്ത സമ്മാനാർഹരാവാത്ത മറ്റു ടീമുകൾക്ക് പ്രോത്സാഹന സമ്മാനമായി 2,500 രൂപ വീതവും നൽകി. പൂക്കള മത്സരത്തോടനുബന്ധിച്ച് വിവിധ ഏരിയകളിലെ കലാകാരന്മാർ പാടിയ ഓണപ്പാട്ടുകൾ ഹൃദ്യമായി. നഗരവാസികൾക്കായി ഓണച്ചന്തയും ഒരുക്കിയിരുന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയോടെ പരിപാടികൾ സമാപിച്ചു. നമസ്കാരം, ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ. കേരളത്തിലെ ഓണം നമ്മൾക്കറിയാം, വളരെ ചുരുങ്ങി 3 ദിവസം കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. പക്ഷേ പ്രവാസി മലയാളീസ് 3 മാസമാണ് ഓണാഘോഷിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. എയ്മ ന്യൂസിന്റെ ത്രൂവിൽ ഈ മെസ്സേജ് എല്ലാവരും കേൾക്കാനിടവരി എയ്മ ന്യൂസിലെ ജയരാജും അവരുടെ ഫുൾ ടീമിനും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഹാപ്പി ഓണം. ജയ് ഹിന്ദ്. വിപുലമായ രീതിയിൽ ഹൈദരാബാദ് NSS ഓണം ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളോടെ വിഭവസമൃദ്ധമായ ഓണസദ്യയോടെ ഹൈദരാബാദ് നായർ സർവീസ് സൊസൈറ്റി ഓണമാഘോഷിച്ചു. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആദിത്യവർമ്മയായിരുന്നു മുഖ്യാതിഥി. രാജകുടുംബത്തിന്റെ ഓണാശംസകൾ ഹൈദരാബാദ് മലയാളികൾക്ക് നേർന്ന അദ്ദേഹം എല്ലാവരോടും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ ക്ഷണിച്ചു. പ്രസിഡന്റ് V അപ്പുകുട്ടൻ നായർ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് P സന്തോഷ് സ്വാഗതം പറഞ്ഞു. വ്യവസായ പ്രമുഖനായ വിനോദ് മേനോൻ ആശംസ പ്രസംഗം നടത്തി. ഈ വർഷത്തെ മന്നത്താചാര്യ പുരസ്കാരം വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ കണ്ണാട്ട് സുരേന്ദ്രൻ നായർക്ക് സമ്മാനിച്ചു. അഡ്വൈസറും മുതിർന്ന പത്രപ്രവർത്തകനും എയ്മ ദേശീയ മീഡിയ കോർഡിനേറ്ററുമായ C ജിജേന്ദ്രമോഹൻ മംഗളപത്രം വായിച്ചു. ജനറൽ സെക്രട്ടറി G സുരേഷ് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു. സ്കോളർഷിപ്പ് വിതരണത്തിന് ശേഷം തിരുവാതിരകളിയും കലാമണ്ഡലം ലക്ഷ്മി അനിലും സംഘവും അവതരിപ്പിച്ച മോഹിനിയാട്ടവും നടന്നു. പിന്നീട് പ്രശസ്ത ഗായകൻ ദേവനാരായൺ ഉൾപ്പെട്ട കോഴിക്കോട് ടൈം ജോക്സിന്റെ ഗാനമേള അരങ്ങേറി. തനി നാടൻ രീതിയിലുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. വിശാഖപട്ടണം മലയാളി വെൽഫെയർ അസോസിയേഷൻ ഓണം ആഘോഷിച്ചു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8 തീയതി എയ്മ അംഗസംഘടനയായ വിശാഖപട്ടണം മലയാളീസ് വെൽഫെയർ അസോസിയേഷൻ വിപുലമായ ചടങ്ങുകളോടെ ഓണം ആഘോഷിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ആന്ധ്ര ഘടകം പ്രസിഡന്റും ലോക കേരള സംഭാംഗവുമായ ശ്രീ NM പിള്ള അധ്യക്ഷനായ ചടങ്ങിൽ എയ്മ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ ബിനു ദിവാകരൻ മുഖ്യാതിഥിയായിരുന്നു. എയ്മ അംഗവും ലോക കേരള സഭാംഗവും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീമതി നന്ദിനി മേനോനെ ചടങ്ങിൽ ആദരിച്ചു. അസോസിയേഷൻ അംഗങ്ങൾ പൂക്കളമൊരുക്കി മഹാബലി തമ്പുരാനെ വരവേറ്റു. വനിതാ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഓണാഘോഷങ്ങളുടെ മുഖ്യ ആകർഷണമായിരുന്നു. 800ഓളം പേർ പങ്കെടുത്ത പരിപാടിയിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം കേരളത്തിൽ നിന്നെത്തിയ ഗാനമേള സംഘം സംഗീത വിരുന്നൊരുക്കി. ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി നിരാശ്രയർക്ക് ബിരിയാണി വിളമ്പി എയ്മ ആസാം ഘടകം. എയ്മ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ ആവശ്യക്കാർക്ക് ഭക്ഷണം എന്ന പദ്ധതിയുടെ 2ാം ഘട്ടം എയ്മ ആസാം ഘടകം വിജയകരമായി പൂർത്തിയാക്കി. ആസാം ഘടകവും GGKSുമായി യോജിച്ച് ഭവനരഹിതരായി തെരുവുകളെ അഭയം പ്രാപിക്കുന്ന 100ലധികം പേർക്ക് മുട്ട ബിരിയാണി പാക്കറ്റുകളും കുടിവെള്ളവും വിതരണം ചെയ്തു. എയ്മ ആസാം ഘടകം പ്രസിഡന്റ് ശ്രീ ശിവശങ്കരൻ, ദേശീയ കൗൺസിൽ അംഗം ശ്രീ ETC പോൾ, വനിത വിംഗ് കൺവീനറും ദേശീയ കൗൺസിൽ അംഗവുമായ ശ്രീമതി വസന്ത സിംഗ്, വൈസ് പ്രസിഡന്റ് ശ്രീ ENS നായർ, ജോയിന്റ് സെക്രട്ടറി ശ്രീ മുരളി നായർ, GGKS എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രസാദ്, GGKS യൂത്ത് വിംഗ് കൺവീനർ ശ്രീ റോമിയോ പോൾ, ശ്രീ അരവിന്ദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 170ാമത് ശ്രീനാരായണ ഗുരു ജയന്തിയും ഓണാഘോഷവും സമന്വയിപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ 8 ഞായറാഴ്ച സെക്കന്ദരാബാദ് ശ്രീനാരായണ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചു. 170ാമത് ശ്രീനാരായണ ഗുരു ജയന്തിയും ഓണാഘോഷവും സമന്വയിപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ 8 ഞായറാഴ്ച സെക്കന്ദരാബാദ് ശ്രീനാരായണ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചു. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ശ്രീനാരായണ വിദ്യാഭവനിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ശ്രീ ജഗതി രാജ VP അവർകൾ മുഖ്യാതിഥിയായും, ബഹുമൽകാജിഗിരി MLA ശ്രീ രാജശേഖർ റെഡ്ഡി വിശിഷ്ടാതിഥിയായും, സുപ്രസിദ്ധ പ്രഭാഷകൻ ശ്രീ ബിജു പുളിക്കലെടുത്തു, ആഗോള ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ വൈസ് ചെയർമാൻ ശ്രീ സുവർണകുമാർ എന്നിവർ ക്ഷണിക്കപ്പെട്ട മറ്റു അതിഥികളായും പങ്കെടുത്തു. SNECS ജനറൽ സെക്രട്ടറി ശ്രീ S വിജയൻ സ്വാഗതവും പ്രസിഡന്റ് ശ്രീ AK പവിത്രൻ അധ്യക്ഷ പ്രസംഗവും നടത്തി. പിന്നീട് 4 മണിക്കൂർ നീണ്ടുനിന്ന കലാപരിപാടികൾ കാണികൾക്ക് കൂടുതൽ ആവേശവും ഉണർവും പകർന്നു നൽകി. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും വോളണ്ടിയർമാരെ നിയമിക്കാൻ എയ്മ QRT
സംസ്ഥാനങ്ങൾ തിരിച്ച് എയിമ ദേശീയ നേതൃത്വം ആരംഭിച്ച പദ്ധതി ആദ്യമായി പൂർത്തിയാക്കി എയിമ കേരള ഘടകം. എയിമയുടെ സേവനം വ്യാപകമായി കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ്യവുമായി സംസ്ഥാനങ്ങൾ തിരിച്ച് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും വോളണ്ടിയർമാരെ നിയോഗിക്കുവാനുള്ള എയിമ ക്വിക്ക് റെസ്പോൺസ് ടീമിന്റെ ദൗത്യം ദ്രുതഗതിയിൽ മുന്നോട്ടു പോവുകയാണ്. ഈ സംരംഭത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും വോളണ്ടിയർമാരെ നിയോഗിക്കുന്ന ആദ്യ സംസ്ഥാന ഘടകം എന്ന പദവി എയിമ കേരള ഘടകത്തിന് ലഭിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലും എയിമ QRT ടീമിന് വോളണ്ടിയർമാരായി. അതാത് ജില്ലകളിലെ താമസക്കാരായ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരെ കണ്ടെത്തി നിയോഗിച്ചാണ് കേരള ഘടകം ഈ നേട്ടം കൈവരിച്ചത്. വരുന്ന ഒക്ടോബർ ആദ്യ ആഴ്ചയോടെ ഇന്ത്യയൊട്ടാകെ എല്ലാ ജില്ലകൾക്കും പ്രതിനിധികൾ ഉണ്ടാവുക എന്ന വലിയൊരു ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ഈ മഹത്തായ നേട്ടം കൈവരിച്ച എയിമ കേരള ഘടകത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ പ്രശാന്ത്, സെക്രട്ടറി ശ്രീ രവീന്ദ്രൻ പൊയിലൂർ, കേരള QRT ഇൻചാർജ് ശ്രീ മനോജ് പി എന്നിവരെ QRT ദേശീയ സെക്രട്ടറി അലക്സ് പി സുനിൽ അഭിനന്ദിച്ചു. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് ആവേശം വർദ്ധിപ്പിച്ചുകൊണ്ട് എയിമ യൂത്ത് വിങ്ങിന്റെ ഓൺലൈൻ മത്സരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ വിശദമായ വാർത്തയിൽ. പ്രവാസി മലയാളികൾക്ക് എന്നും താങ്ങും തണലുമായി നിന്നിട്ടുള്ള ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും പ്രവാസി മലയാളികളുടെ ഓണാവേശത്തിൽ പങ്കുചേരുന്നു. ഓണം കൂടുതൽ മധുരതരമാക്കാൻ നിരവധി ഓൺലൈൻ മത്സരങ്ങളുമായാണ് എയിമ യൂത്ത് വിംഗ് എത്തിയിരിക്കുന്നത്. കുടുംബ ഓണം എന്ന റീൽ മത്സരം, ശ്രാവണം 2024 എന്ന ലൈവ് ഓണപ്പട്ടു മത്സരം, ഉടുത്തിറങ്ങി ഓണം 2024 എന്ന ഓണക്കോടിയുടുത്തുള്ള ഫോട്ടോ മത്സരം എന്നിവയാണവ. ഇതിൽ പങ്കെടുക്കുവാനുള്ള നിബന്ധനകളും നിങ്ങളുടെ എൻട്രികൾ അയക്കുന്നതിനുള്ള ലിങ്കുകളും ആദ്യ കമന്റിൽ നൽകിയിരിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുത്തൻ മുഖച്ഛായ നൽകി എയിമ പശ്ചിമബംഗാൾ ഘടകം യൂത്ത് വിംഗിന്റെ ₹1 ഒരു ജീവിതം പദ്ധതിക്ക് തുടക്കമായി. ₹1 ഒരു ജീവിതം പദ്ധതിയിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുത്തൻ മുഖം നൽകി എയിമ പശ്ചിമ ബംഗാൾ ഘടകം യൂത്ത് വിംഗ്. സഹജീവി സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശം പരമാവധി പേരിലെത്തിക്കാനും അതുവഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പരമാവധി പേരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ഉന്നമിട്ടുള്ള ₹1 ഒരു ജീവിതം പദ്ധതിക്ക് എയിമ പശ്ചിമ ബംഗാൾ യൂത്ത് വിംഗ് കൺവീനർ ശ്രീ സുജിത്തിന്റെ നേതൃത്വത്തിൽ ആരംഭമാകുന്നു. വലിയ വെല്ലുവിളികൾ നേരിടാൻ ആത്മാർത്ഥത നിറഞ്ഞ ഒരു കുഞ്ഞു ഹൃദയത്തിന്റെ കാരുണ്യം മതി എന്ന മഹത്തായ വാചകം സാർത്ഥകമാക്കുന്ന പദ്ധതി. ഇതിൽ പങ്കെടുക്കുന്നവർ നൽകുന്ന ഓരോ ₹1 നാണയവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കും. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിലെല്ലാം ആവശ്യക്കാരെ സഹായിക്കാനായിരിക്കും നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും ചെലവഴിക്കുക. പല തുള്ളി പെരുവെള്ളം എന്ന ചൊല്ല് അന്വർത്ഥമാക്കും വിധം വ്യാപകമായ രീതിയിൽ ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന ഈ സംരംഭം പല പ്രതിസന്ധികളിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഭവിക്കും എന്നതാണ് വാസ്തവം. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8 കൊൽക്കത്തയിലെ BK സാഹ ഹൌസിൽ ഇതിന് ആരംഭം കുറിച്ചു. വൃദ്ധരും യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ വിപുലമായ ഒരു ജനതയെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി അക്ഷരാർത്ഥത്തിൽ എയിമയുടെ നേതൃത്വത്തിലുള്ള ഒരു ജനകീയ മുന്നേറ്റം തന്നെയായിരിക്കും. വികാരഭരിതമായ ഗുരുസ്മരണകളുമായി എയിമ ഒഡീഷ ഘടകം റൂർക്കേല വിങ്ങിന്റെ അധ്യാപക ദിനാഘോഷം. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ചിത്രരചന മത്സരം ഉൾപ്പെടെ വിവിധ പരിപാടികളും സെപ്റ്റംബർ 9 എയിമ ഒഡീഷ ഘടകം സംഘടിപ്പിച്ചു. ഗുരുസ്മരണകളുയർത്തി എയിമ ഒഡീഷ ഘടകം റൂർക്കേല വിഭാഗം അധ്യാപക ദിനം ആഘോഷിച്ചു. സമൂഹത്തിന്റെ ഉന്നമനത്തിനായി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച അധ്യാപകരെ എയിമ വിമൻസ് വിംഗ് ആദരിച്ചു. വിമൻസ് വിംഗ് ജില്ലാ കോർഡിനേറ്റർ ശ്രീമതി ഗ്രേസി ഡേവിഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ അരങ്ങേറിയത്. ജോയിന്റ് സെക്രട്ടറി ശ്രീ KV ജെയിംസ് ചടങ്ങിൽ പങ്കെടുത്തവർക്ക് സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് ശ്രീമതി പത്മിനിദാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എക്സിക്യൂട്ടീവ് അംഗം ശ്രീ അനിൽകുമാർ, WMC ഒഡീഷ ഘടകം ജോയിന്റ് സെക്രട്ടറി ശ്രീ S ജയകൃഷ്ണൻ, ദക്ഷിണ ഭാരത സമാജം ചെയർമാൻ ശ്രീ PK രാമചന്ദ്ര മേനോൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീ ബിജേഷ് നായർ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് വരുന്ന ഓണാഘോഷങ്ങളുടെ മുന്നോടിയായി ചിത്രരചന മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. പരമ്പരാഗത രീതിയിലുള്ള പൂക്കള മത്സരം, ഉറിയടി മത്സരം എന്നിവയും നടന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ സൗമിത്, ശ്രീ രാജീവ് ജി, ശ്രീ പ്രദീപ് മേനോൻ എന്നിവർ ഇതിന് നേതൃത്വം നൽകി. എയിമ മുൻ ദേശീയ മീഡിയ കോർഡിനേറ്റർ പായം സുധാകരന്റെ മൃദുസ്മരണ എന്ന കവിതാ സമാഹാരം സെപ്റ്റംബർ 14 പ്രകാശനം ചെയ്തു. എയിമയുടെ മുൻ ദേശീയ മീഡിയ കോർഡിനേറ്ററായിരുന്ന ശ്രീ പായം സുധാകരന്റെ മൃദുസ്മരണ എന്ന കവിതാ സമാഹാരം സെപ്റ്റംബർ 14 പായം ഗ്രാമീണ ഗ്രന്ഥാലയത്തിൽ വെച്ച് നടന്നു. MP അഡ്വക്കേറ്റ് P സന്തോഷകുമാർ, P രോഹിണി അമ്മക്ക് ആദ്യ പ്രതി നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. ഹൻസ് ഇന്ത്യ, ഡെക്കാൻ ക്രോണിക്കിൾ തുടങ്ങിയ പല പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും മുതിർന്ന പത്രപ്രവർത്തകനായി ജോലി ചെയ്തിട്ടുള്ള പായം സുധാകരന്റെ മിസ്ഫിറ്റ് എന്ന ഇംഗ്ലീഷ് നോവൽ നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. എയിമയുടെ പ്രവർത്തനങ്ങളിലും ഹൈദരാബാദ് മലയാളികളുടെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ പായം സുധാകരൻ 2023 മാർച്ച് 31 ഇഹലോകവാസം വെടിഞ്ഞത്. ലോകപ്രശസ്തമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇനി മുതൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളും ഗവേഷണ വിഷയമാകും. ബ്രിട്ടനിലെ ശിവഗിരി ആശ്രമത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഗുരുദേവന്റെ ജീവചരിത്രമടക്കം 9 ഗ്രന്ഥങ്ങൾ സർവകലാശാലയ്ക്ക് കൈമാറി. കേരളത്തിന്റെ സാമൂഹിക ആത്മീയ നവോത്ഥാനത്തിന് നേതൃത്വം വഹിച്ചവരിൽ പ്രധാനിയായ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ലോകപ്രശസ്തമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഗവേഷണ വിഷയമാക്കുന്നു. സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമായ അദ്വൈതത്തിന് പുതിയ മാനം നൽകിയ ഗുരുദേവന്റെ ആശയങ്ങളും ദർശനങ്ങളുമാണ് പാശ്ചാത്യലോകം പഠനവിധേയമാക്കുന്നത്. ഇതിനായി ഗുരുദേവന്റെ സമ്പൂർണ്ണ കൃതികളും ജീവചരിത്രവുമടക്കം 9 ഗ്രന്ഥങ്ങൾ UK-യിലെ ശിവഗിരി ആശ്രമത്തിൽ നിന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് കൈമാറി. ശിവഗിരി മഠത്തിന്റെ ഇന്ത്യയ്ക്ക് പുറത്തുള്ള ആദ്യത്തെ അഫിലിയേറ്റഡ് സെന്ററാണ് UK-യിലുള്ളത്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ ബ്ലാക്ക്വെൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് വിഭാഗം മേധാവി എമ്മ മാത്തസൺ, ലൈബ്രറി മേധാവി ശ്രീമതി ഗില്ലിനൻ എന്നിവർ ഗ്രന്ഥങ്ങൾ ഏറ്റുവാങ്ങി.
കൊയിലാണ്ടിക്കൂട്ടം സൗഹൃദ കൂട്ടായ്മയുടെ 5ാമത് ഗ്ലോബൽ മീറ്റ് ഡൽഹിയിൽ. നന്മയിലൂടെ സൗഹൃദം, സൗഹൃദത്തിലൂടെ കാരുണ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യ സേവനരംഗത്ത് വേറിട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൊയിലാണ്ടിക്കൂട്ടത്തിന്റെ 5ാമത് ഗ്ലോബൽ മീറ്റ് ഡൽഹിയിലെ RK പുരം കേരള സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒക്ടോബർ 6 നടക്കുന്നു. ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ മീറ്റ് ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട ലോകസഭാംഗം ഷാബി പറമ്പിൽ മുഖ്യാതിഥിയായിരിക്കും. രാജ്യസഭാംഗങ്ങളായ ഡോക്ടർ വി ശിവദാസൻ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എന്നിവരും ശ്രീ നിതിൻ വത്സൻ IPSഉം യോഗത്തിൽ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, പുരസ്കാര സമർപ്പണം, വിഷ്ണുപ്രിയ നാട്യാലയ അവതരിപ്പിക്കുന്ന ഫന്തരീന എന്നിവയും ഉണ്ടായിരിക്കും. മലയാളം മിഷൻ നീലക്കുറിഞ്ഞി ആദ്യ ബാച്ചിലെ അധ്യാപികയായി ഡൽഹി ചാപ്റ്ററിലെ ശാലിനി അജികുമാർ തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാളം മിഷൻ നീലക്കുറിഞ്ഞി ആദ്യ ബാച്ചിലെ അധ്യാപികയായി ഡൽഹി ചാപ്റ്ററിലെ ശാലിനി അജികുമാർ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രവാസി മലയാളികളുടെ പുതുതലമുറകൾക്ക് മലയാളം അക്ഷരങ്ങൾ പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച കേരള സർക്കാരിന്റെ മലയാളം മിഷൻ പദ്ധതി ഏറെ ശ്രദ്ധേയമാവുകയാണ്. ലോകവ്യാപകമായി ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് മലയാളത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയ മലയാളം മിഷൻ കുട്ടികൾക്കൊപ്പം വളരുകയായിരുന്നു. കേവലം അക്ഷരങ്ങൾക്കപ്പുറം മലയാള സാഹിത്യവും കേരള സംസ്കാരവും ചരിത്രവും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകി മലയാളം മിഷൻ പുതിയ ചക്രവാളങ്ങളിലേക്ക് ഉയരുകയാണ്. മലയാളം മിഷൻ നീലക്കുറിഞ്ഞി ആദ്യ ബാച്ചിലെ അധ്യാപികയായി ഡൽഹി ചാപ്റ്ററിലെ ശ്രീമതി ശാലിനി അജികുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. വയനാടിന് കൈത്താങ്ങായി ഡൽഹിയിൽ നിന്നൊരു മലയാളി വീട്ടമ്മ. വയനാട് ദുരന്തത്തിലെ ദുരിതബാധിതർക്ക് സഹായവുമായി ഡൽഹിയിലെ വീട്ടമ്മയായ സഫിയ ബീവിയുടെ വേറിട്ട പ്രവർത്തനം. സ്വയം നിർമ്മിച്ച ഹാൻഡ് മെയ്ഡ് ആഭരണങ്ങൾ വിറ്റ് 11,500 രൂപയാണ് ഇവര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. 33ാമത് സഫ്ദർ ഹാഷ്മി നാടകോത്സവ വേദിയിൽ സ്റ്റാൾ ഒരുക്കിയായിരുന്നു ഇന്ദിരാപുരം ഷിപ്ര റിവേറയിലെ താമസക്കാരിയായ സഫിയ ബീവി താൻ നിർമ്മിച്ച ആഭരണങ്ങൾ വിറ്റ് ദുരിതാശ്വാസത്തിനുള്ള പണം സ്വരൂപിച്ചത്. സഫിയ ബീവിയുടെ പ്രവർത്തനത്തിന് നാടകോത്സവത്തിനെത്തിയ മലയാളികളും പൂർണ്ണ പിന്തുണ നൽകിയതോടെ ഒരു ദിവസം കൊണ്ട് സമാഹരിച്ചത് 10,000-ലേറെ രൂപയാണ്. ജനസംസ്കൃതി വൈശാലി ഇന്ദിരാപുരം ബ്രാഞ്ച് പ്രവർത്തകയാണ് സഫിയ ബീവി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 16, 17 തീയതികളിൽ ആഗോള പ്രവാസി സംഗമം സംഘടിപ്പിക്കുന്നു. ജാതിമത ഭേദമന്യേ പ്രവാസികളെ സ്വാഗതം ചെയ്ത് ട്രസ്റ്റ്. വർക്കല ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വരുന്ന 17 സെപ്റ്റംബർ 16 തീയതികളിലായി ആഗോള പ്രവാസി സംഗമം സംഘടിപ്പിക്കുന്നു. ജാതിമത ചിന്തകളുടെ സ്വാധീനത്തിൽ ലോകത്ത് അശാന്തിയും വിഭാഗീയതയും വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മതസമന്വയ ദർശനവും പലമത സാരവുമേകമെന്ന സന്ദേശവും ആഗോളതലത്തിൽ എത്തിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ജാതിമതഭേദമന്യേ എല്ലാ പ്രവാസികളെയും പരിപാടിയിലേക്ക് ട്രസ്റ്റ് സ്വാഗതം ചെയ്യുന്നു. നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ തിരുവനന്തപുരം, കോഴിക്കോട് കേന്ദ്രങ്ങളിൽ IELTS, OET ഓഫ്ലൈൻ, ഓൺലൈൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ തിരുവനന്തപുരം, കോഴിക്കോട് കേന്ദ്രങ്ങളിൽ IELTS, OET ഓഫ്ലൈൻ, ഓൺലൈൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ തിരുവനന്തപുരം, കോഴിക്കോട് സെന്ററുകളിൽ IELTS, OET ഓഫ്ലൈൻ, ഓൺലൈൻ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. IELTS ആൻഡ് OET ഓഫ്ലൈൻ 8 ആഴ്ച കോഴ്സിലെ നഴ്സിംഗ് ബിരുദധാരികളായ BPL, P വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് ഫീസ് സൗജന്യമാണ്. മറ്റുള്ളവർക്ക് GST ഉൾപ്പെടെ 4,425 രൂപയാണ് ഫീസ്. ലിസണിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് എന്നീ 4 മോഡ്യൂളുകൾ. ഓഫ്ലൈൻ കോഴ്സിൽ 3 ആഴ്ച നീളുന്ന അഡീഷണൽ ഗ്രാമർ ക്ലാസിനും അവസരമുണ്ടാകും. IELTS ഓൺലൈൻ എക്സാം ബാച്ചിന് 4,425 രൂപയും റെഗുലർ ബാച്ചിന് 7,080 രൂപയുമാണ് ഫീസ്. OET ഓൺലൈൻ 4 ആഴ്ച 5,900 രൂപയും ഏതെങ്കിലും ഒരു മോഡ്യൂളിന് 8,260, ഏതെങ്കിലും 2 മോഡ്യൂളുകൾക്ക് 7,080 രൂപയുമാണ് ഫീസ്. GST ഉൾപ്പെടെ. മുൻപരീക്ഷാ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് OET ഓൺലൈൻ ബാച്ചിൽ പ്രവേശനം ലഭിക്കുക. ഓൺലൈൻ കോഴ്സുകൾക്ക് ഫീസിളവ് ബാധകമല്ല. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് www.nifl.nokerroots.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാവുന്നതാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന ആരോഗ്യമേഖലയിലെ പ്രൊഫഷണലുകൾക്ക് നോർക്ക റൂട്ട്സ് വഴി വിദേശത്ത് ജോലി കണ്ടെത്തുന്നതിനും അവസരമുണ്ടാകും. ഫീസ് സംബന്ധിക്കുന്ന വിവരങ്ങൾക്ക് +91 7907323505 തിരുവനന്തപുരം, +91 8714259444 കോഴിക്കോട് എന്നീ മൊബൈൽ നമ്പറുകളിലോ പ്രവൃത്തി ദിനങ്ങളിൽ ഓഫീസ് സമയത്ത് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ 1800-425-3939 ഇന്ത്യയിൽ നിന്നും +91 8802012345 വിദേശത്തുനിന്നും മിസ്ഡ് കോൾ സർവീസ് ബന്ധപ്പെടാവുന്നതാണ്. A1 Coatings will convert your dreams into reality. Give us your dreams, we will give them wings to soar high. UAEയിലെ പൊതുമാപ്പ് നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നു. സെപ്റ്റംബർ 1 മുതൽ 2 മാസക്കാലത്തേക്ക് UAEയിലെ അനധികൃത താമസക്കാർക്കുള്ള പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലയാളി പ്രവാസികൾക്കായി നോർക്ക രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നു.
പരമാവധി മലയാളികളിലേക്ക് പൊതുമാപ്പിന്റെ ഗുണഫലങ്ങൾ എത്തിക്കുക, അപേക്ഷ സമർപ്പിക്കാനും രേഖകൾ തയ്യാറാക്കാനും സഹായിക്കുക, കൂടാതെ നാട്ടിലേക്ക് തിരിച്ചുവരാൻ താൽപ്പര്യമുള്ളവർക്ക് യാത്രാസഹായം ഉൾപ്പെടെ പ്രവാസികളുടെ സഹായത്തോടെ നൽകുക എന്നിവയാണ് പ്രവാസി സമൂഹം ചെയ്തുവരുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ സർക്കാരുമായും നോർക്കയുമായും ഏകോപിപ്പിക്കുന്നതിനാണ് ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചത്. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.